നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അമ്മയുടെ ഓഫീസ് ഇന്നലെ താഴിട്ട് പൂട്ടി ഷട്ടറിട്ട അവസ്ഥയിലാണ്. ഒരു ഈച്ചയും പൂച്ചയുമില്ല. എങ്ങനെയൊക്കെ കഴിഞ്ഞ തറവാടാണ്. കഴിഞ്ഞ 2 പതിറ്റാണ്ട് ഇടവേള ബാബു അവിടെ തകർത്തുകൂട്ടി. ഇപ്പോഴിതാ ആളുമനക്കവുമില്ല. മാധ്യമപ്രവർത്തകർ പൂട്ടിയിട്ട ഗേറ്റിനിടയിലൂടെ അകത്തേക്ക് നോക്കുന്നു. ഭാരവാഹികൾ ഇല്ല എന്ന് മാത്രമല്ല, ഓഫീസ് ജീവനക്കാർ പോലും താഴിട്ട് പൂട്ടിയോടി. ഇതൊക്കെ കണ്ടിട്ടാവും ഇന്നലെ ഗണേഷ് കുമാർ ഹൃദയവേദനയോടെ ഇങ്ങനെ പറഞ്ഞത്. അമ്മയെ തകർത്തു നശിച്ചു കാണാൻ ആഗ്രഹിച്ചവർക്ക് അമ്മ തകർന്നു കിടക്കുന്നത് ഇപ്പോൾ കാണാമെന്ന്. മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ മാറി നിന്നാൽ അമ്മയെ നയിക്കാൻ മറ്റാരുമില്ല എന്നാണ് ഗണേഷ് പരിതപിച്ചത്. എന്നാൽ മമ്മൂട്ടി എന്ന മഹാനടനെ ആരാണ് മാറ്റി നിർത്തുന്നത്? അദ്ദേഹം തന്നെയാണ്. അമ്മയിലേക്ക് കടന്നു വന്നാൽ അത് അപകടമാകുമെന്ന് മമ്മൂട്ടിക്ക് കൃത്യമായി അറിയാം. അമ്മ എന്ന സംഘടനയെ തകർത്ത ദിവസമാണ് ഇന്നലെ ഗണേഷ് കുമാറിൻ്റെ പ്രസംഗം. സംഘടന നശിച്ചു കാണണമെന്നാഗ്രഹിച്ചവർക്ക് സന്തോഷിക്കാം. താൻ ഉൾപ്പെടെയുള്ളവർ കയ്യിൽ നിന്നും കാശെടുത്താണ് ഈ സംഘടന കെട്ടിപ്പടുത്തത്. സംഘടന കെട്ടിപ്പടുത്തതൊക്കെ ശരിയാണ്. എന്നാൽ സംഘടനയെ ഇത്രമാത്രം അധംപതിപ്പിച്ചതിന് പിന്നിൽ ഗണേശനും ചില ഇടപെടലുകളില്ലേ? അതിൻ്റെ പ്രതിധ്വനികളല്ലേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടത്. എന്തിനേറെ, മുകേഷ് എന്ന ജനപ്രതിനിധിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളിൽ ഗണേഷ് എന്ന മന്ത്രിക്ക് എന്താണ് മറുപടിയുള്ളത്? കലിപ്പ് തീരണില്ലല്ലോ എന്നതാണ് ഇപ്പോഴും WCCയുടെ അവസ്ഥ. താരസംഘടനയായ അമ്മയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മോഹൻലാലും ഒപ്പം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുമൊക്കെ ഒന്നടങ്കം രാജിവെച്ചതിന് ശേഷവും WCC ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടു. പുനരാലോചിക്കാം, പുനർനിർമ്മിക്കാം, മാറ്റങ്ങൾക്കായി ഒന്നിച്ചു നിൽക്കാം. നീതിയുടെയും അഭിമാനത്തിൻ്റെയും ഭാവി രൂപപ്പെടുത്തുക നമ്മുടെ കടമയാണ്. നമുക്കൊരു പുതുവിപ്ലവം സൃഷ്ടിക്കാം. ഇതാണ് WCC ഇന്നലെ പങ്കുവച്ച പോസ്റ്റ്. അമ്മയുടെ ഔദ്യോഗിക പാനലിലെ അംഗങ്ങളെ വിളിക്കുമ്പോൾ ഇന്നലെ ഒരു മരിച്ച വീടിൻ്റെ അവസ്ഥയിലാണ് അവരുടെ പ്രതികരണം. ഇത്ര പെട്ടെന്ന് എല്ലാം കൂടി നെടുന്തൂൺ പറഞ്ഞ് താഴെ വീഴുമെന്ന് അവരാരും കരുതിയില്ല. മോന്തായം വളഞ്ഞാൽ കഴുക്കോലത്രയും വളയും എന്ന സ്ഥിതിയാണ് അമ്മയ്ക്ക്. ആദ്യം വീണത് ജനറൽ സെക്രട്ടറി തന്നെ. തൊട്ടു പിന്നാലെ ഭരണസമിതിയിലെ അംഗങ്ങൾക്കെതിരെ ഒന്നൊന്നായി ഗുരുതരമായ ആരോപണങ്ങൾ. പിടിച്ചു നിൽക്കുക അസാധ്യമെന്ന് മോഹൻലാലിന് മനസ്സിലായി. തനിക്ക് ചുറ്റും കൂടിയിരിക്കുന്നത് ഒരുപാട് വേട്ടക്കാർ ഉൾപ്പെടെയുള്ള ആളുകളാണ് എന്ന് മോഹൻലാൽ മനസ്സിലാക്കിയ നിമിഷം ഇനി പ്രസിഡന്റ് സ്ഥാനത്ത് താൻ തുടരുന്നതിൽ അർത്ഥമില്ല എന്ന് ലാൽ മനസ്സിലാക്കി. മോഹൻലാൽ അടക്കമുള്ള ഭാരവാഹികൾ ഒന്നടങ്കം രാജിവെച്ചതോടെ ചരിത്രത്തിൽ ഇതുവരെ നേരിട്ടില്ലാത്ത പ്രതിസന്ധിയാണ് അമ്മ സംഘടന നേരിടുന്നത്. ഭരണസമിതിയിലെ ഈ കൂട്ടരാജി ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്തും. അമ്മയെന്ന സംഘടനയ്ക്കും മലയാള ചലച്ചിത്ര ലോകത്തിനും എക്കാലത്തും ഇതൊരു തീരാ കളങ്കമായി മാറും. രാജിക്ക് മുൻപ് മമ്മൂട്ടിയെ വിളിച്ചിരുന്നുവെന്നും രാജി തന്നെയാണ് നല്ല തീരുമാനമെന്ന് മമ്മൂട്ടി ഉപദേശിച്ചെന്നുമാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്തകൾ. രാജിക്ക് മുൻപ് വാട്സാപ്പിൽ നടന്നത് കൂട്ടയടിയാണ്. അംഗങ്ങൾ തമ്മിൽ പരസ്പരം ചെളിവാരിയെറിഞ്ഞും പകതീർത്തും അവർ മുന്നേറിയപ്പോൾ നിസ്സഹായതയോടെ നോക്കി നിൽക്കാൻ മാത്രമേ പ്രസിഡന്റ് മോഹൻലാലിന് കഴിഞ്ഞുള്ളൂ. കാലങ്ങളായി ഉയരുന്ന തലമുറ മാറ്റത്തിനാണ് ഇപ്പോൾ ശക്തി കൂടുന്നത്. മമ്മൂട്ടിയും മോഹൻലാലുമൊക്കെ അമ്മയുടെ സാരഥ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അന്ന് ഒരു തലമുറ മാറ്റത്തിലൂടെയായിരുന്നു അവർ സിനിമാ ലോകം കൈയടക്കിയത്. എന്നാൽ പതിറ്റാണ്ടുകൾ അവർ തങ്ങളുടെ ഉള്ളം കൈയിൽ വെച്ച് ആ സിനിമാ ലോകം കൊണ്ടു നടന്നു. അതിൻ്റെ ഹൃദയവേദനയാവും ഇക്കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി തൻ്റെ അമർഷത്തിലൂടെ പ്രകടിപ്പിച്ചതും. മമ്മൂട്ടിയും മോഹൻലാലും സുരേഷ് ഗോപിയും ഒക്കെ അടങ്ങുന്ന താരനിര മലയാള സിനിമാ ലോകം കൈയടക്കി വെച്ച് പതിറ്റാണ്ടുകൾ പിന്നിടുന്നു. എതിർസ്വരങ്ങൾക്ക് യാതൊരു വിധത്തിലും ചെവി കൊടുക്കാത്ത മാടമ്പി ശൈലിയായിരുന്നു ഇതുവരെ അമ്മയുടെ ഔദ്യോഗിക പാനൽ പുലർത്തിയിരുന്നത് എന്ന ആരോപണം ശക്തം. തെറ്റുകളും കുറവുകളുമൊക്കെ ചൂണ്ടിക്കാട്ടിയപ്പോൾ അതിനെ തിരുത്തും എന്ന നിലപാടെടുക്കാൻ അവർക്ക് വിമുഖത. അവിടെയാണ് WCCക്കെതിരെ പരസ്യമായ നിലപാടെടുത്തത്. WCC അംഗങ്ങൾക്കെതിരെ വിലക്ക് പോലും ഏർപ്പെടുത്തിയത്. WCC അംഗമായ വിധു വിൻസെൻ്റ് അതുകൊണ്ട് തന്നെ ആഞ്ഞടിച്ചു. അമ്മയുടെ എക്സിക്യൂട്ടീവ് പിരിച്ചുവിട്ടതിൽ പ്രതികരിക്കുകയായിരുന്നു സംവിധായിക വിധു വിൻസെൻ്റ്. ഉടയാനുള്ളതൊക്കെ ഉടഞ്ഞു പോകട്ടെ എന്നാണ് അവർ പ്രതികരിച്ചത്. സിനിമയിൽ മാത്രമല്ല മറ്റു മേഖലകളിലും ഉടയേണ്ട വിഗ്രഹങ്ങളുണ്ട്. അവയൊക്കെ തച്ചുടയ്ക്കണമെന്നാണ് വിധു വിൻസെൻ്റ് കുറിച്ചത്. കേരളത്തിലെ മുഖ്യ സംവിധായകൻ അടക്കം പലർക്കുമെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു ഉഷ എന്ന നടി. അവർ ഇപ്പോൾ മുൻപോട്ട് വയ്ക്കുന്ന ഒരു പാനലുണ്ട്.
ആ പാനലിന് കൂടുതൽ സ്വീകാര്യ കിട്ടുന്ന നിലയിലേക്ക് ഇപ്പോൾ യുവതലമുറയും കടന്നിരിക്കുന്നു. പൃഥ്വിരാജ്, ചാക്കോച്ചൻ, ടൊവിനോ, ആസിഫ് അലി എന്നിവർ അമ്മയുടെ നേതൃത്വത്തിലേക്ക് കടന്നു വരട്ടെ എന്നാണ് ഉഷ ഹസീന പറയുന്നത്. ഇത്തരം യുവാക്കൾ സംഘടനയുടെ തലപ്പത്തേക്ക് വന്നാൽ ഈ സംഘടന നല്ല രീതിയിൽ മുന്നോട്ടു പോകുമെന്നും ഉഷ അഭിപ്രായപ്പെട്ടു. സ്ത്രീകളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുന്ന വനിതാ അംഗങ്ങളും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് എത്തണമെന്ന് അവർ അഭിപ്രായം പറഞ്ഞു. ചില ആളുകളുടെ പെരുമാറ്റവും പ്രവർത്തന രീതികളൊന്നും ശരിയായിരുന്നില്ല. ഭരണസമിതി പിരിച്ചുവിട്ടതോടെ ആരോപണങ്ങളിൽ മറുപടി പറയേണ്ട ഗതികേടിൽ നിന്ന് മോഹൻലാലും ഭരണസമിതി അംഗങ്ങളുമൊക്കെ ഇപ്പോൾ രക്ഷപ്പെട്ടിരിക്കുന്നു. ഭരണസമിതിയിലെ അംഗങ്ങളടക്കം പലർക്കുമെതിരെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഇനി അവർ ഒറ്റയ്ക്കൊറ്റയ്ക്ക് പ്രതികരണങ്ങൾ നടത്തുകയും തങ്ങളുടെ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യണം. അതിന് അമ്മയെന്ന സംഘടനയുടെ പിന്തുണ ലഭിക്കില്ല. അമ്മയെന്ന സംഘടനയെ ഇനി ആര് നയിക്കും? ഇനി പുതിയ ഭരണസമിതിയിൽ ആരൊക്കെ? ഈ ചോദ്യങ്ങൾ ശക്തമാകുന്നു. അമ്മയെന്ന സംഘടനയ്ക്ക് കൂടുതൽ കരുത്തു പകർന്നിരുന്നത് ഗണേഷിനെയും മുകേഷിനെയും പോലെ ഭരണതലത്തിൽ സ്വാധീനമുള്ള അംഗങ്ങളുടെ കരുത്തിലായിരുന്നു. എന്നാൽ മുകേഷിനെ പൂർണ്ണമായി CPM കൈവിട്ട നിലയിലാണ്. CPM എന്നും പൊതിഞ്ഞു പിടിച്ചിരുന്ന രഞ്ജിത്തിനെ പോലും അവർ കൈവിട്ടു. അത്രയേറെ നിസ്സഹായ അവസ്ഥയാണ് ഇപ്പോൾ പാർട്ടിയും ഭരണകൂടവുമൊക്കെ നേരിടുന്നത്. 7 അംഗ അന്വേഷണ സംഘം ഇന്നലെ ഉച്ച മുതൽ അന്വേഷണത്തിനായി ഇറങ്ങിത്തിരിച്ചു. ഇന്നലെ ഉച്ച കഴിഞ്ഞ് ഇമെയിൽ വഴിയും ഫോൺ വഴിയും അവർ പരാതികൾ സ്വീകരിച്ചു തുടങ്ങി. ഇന്നലെ വൈകുന്നേരത്തോടെ 17 പരാതികളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. ആ പരാതികൾ അത്രയും ഗൗരവതരമാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഇതുവരെ മാധ്യമങ്ങളിലും ചാനലുകളിലുമൊന്നും വെളിപ്പെടുത്തലുകൾ നടത്താത്തവരും പരാതിയുമായി അന്വേഷണ സംഘത്തിന് മുന്നിലെത്തുന്നു. അമ്മയുടെ ജനറൽ സെക്രട്ടറി ഗണേഷ് രാജിവെച്ചതിന് തൊട്ടു പിന്നാലെ ടൊവിനോ തോമസ് അടക്കമുള്ളവർ പ്രതികരിച്ചിരുന്നു. അമ്മയ്ക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർത്തിയത് പൃഥ്വിരാജ് തന്നെയാണ്. അനൂപ് ചന്ദ്രനെ പോലെ ഒട്ടനവധി നടന്മാരും നടികളുമൊക്കെ ഭാരവാഹികൾക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നാൽ അവർ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണം എന്ന അഭിപ്രായമുയർത്തി. ഇക്കാര്യത്തിൽ ഉർവശിയും കട്ടയ്ക്കുള്ള നിലപാട് തന്നെയാണ് കൈക്കൊണ്ടത്. ഇതോടെ ഔദ്യോഗിക പാനലും അമ്മയുടെ ഭരണസമിതിയുമൊക്കെ പൂർണ്ണമായും ഒറ്റപ്പെട്ടു. എല്ലാ പഴിയും തനിക്ക് നേരെ വരുന്നു എന്ന് മോഹൻലാൽ തിരിച്ചറിഞ്ഞു. എല്ലാത്തിനും ഉത്തരം പറയേണ്ട ബാധ്യത തൻ്റെ തലയിൽ വന്നു ചേരുമെന്നും മനസ്സിലാക്കിയ പ്രസിഡന്റ് മോഹൻലാൽ രാജിക്കൊരുങ്ങിയതാണ് എല്ലാത്തിൻ്റെയും ട്വിസ്റ്റ്. ക്ലൈമാക്സ് അങ്ങനെ സൂപ്പറായി. മോഹൻലാൽ ഒറ്റയ്ക്ക് രാജിവെക്കേണ്ട, ഭരണസമിതി ഒന്നടങ്കം രാജിവെക്കുന്നതാണ് ഉചിതം എന്ന് മമ്മൂട്ടി പറഞ്ഞുവെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും എക്സിക്യൂട്ടീവ് തന്നെ ഇന്നലെ ചേരിതിരിവുണ്ടായി. ഒരു കൂട്ടർ നമ്മൾ പൊരുതി നിൽക്കണം എന്ന അഭിപ്രായമുയർത്തി. മറുവശത്ത് മോഹൻലാൽ പൊരുതി നിൽക്കാൻ ഇതെന്താ രാഷ്ട്രീയമാണോ എന്ന ചോദ്യമുയർത്തി. അതോടെ മോഹൻലാൽ തൻ്റെ രാജി ഉറപ്പിച്ചു തന്നെയാണ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് മീറ്റിംഗിൽ പങ്കെടുക്കുന്നത് എന്ന് ഭരണസമിതി അംഗങ്ങൾക്ക് മനസ്സിലായി. സൗഹൃദങ്ങൾക്കേറെ വില കൽപ്പിക്കുന്ന മോഹൻലാൽ ഏറെ ഖിന്നനായിരുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കടുത്ത സ്ട്രെസ് അദ്ദേഹത്തെ അലട്ടിയിരുന്നു. എപ്പോഴും ഏറ്റവും അടുത്ത സുഹൃത്തായി കണ്ടിരുന്ന സിദ്ദിഖ് വീണത് തന്നെയാണ് മോഹൻലാലിൻ്റെ ചിറകൊടിയാനുള്ള മുഖ്യ കാരണം. തൻ്റെ കൂട്ടത്തിൽപ്പെട്ടവർ ഒന്നൊന്നായി വീഴുമ്പോൾ നിസ്സഹായതയോടെ നോക്കി നിൽക്കാൻ മാത്രമേ കഴിയൂ എന്ന് പ്രസിഡന്റ് മോഹൻലാലിന് മനസ്സിലായി. ഇനിയും ആർക്കെതിരെ വേണമെങ്കിലും പരാതികൾ ഉയരാം എന്ന നിലയിലാണ്. മമ്മൂട്ടി ബുദ്ധിപരമായി ഇക്കാര്യങ്ങളിൽ നിന്ന് സ്വയം ഉൾവലിഞ്ഞു നിൽക്കുന്നു. എല്ലാ പഴിയും ഒറ്റയ്ക്ക് ഏറ്റുവാങ്ങേണ്ടി വരും എന്ന് മനസ്സിലാക്കിയ സൂപ്പർ സ്റ്റാർ അങ്ങനെ രാജി എന്ന പോംവഴിയിലെത്തി. സെപ്റ്റംബർ മാസം 2ാം വാരത്തിൽ അമ്മ ഒരു ഓണപ്പരിപാടി സംഘടിപ്പിക്കാനുള്ള പദ്ധതി തയ്യാറാക്കിയിരുന്നു കൊച്ചി കേന്ദ്രീകരിച്ച്. പ്രത്യേക സാഹചര്യത്തിൽ ആ പ്രോഗ്രാം ഉപേക്ഷിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇത്തരമൊരു ഓണപ്പരിപാടിക്കായി താരങ്ങൾ ഒരുമിച്ചാൽ അവിടെ മാധ്യമങ്ങൾ ശക്തമായി കടന്നു വരും. അവർക്ക് മുന്നിൽ പലപ്പോഴും നിസ്സഹായ അവസ്ഥയായിരിക്കും താരങ്ങൾക്കെന്ന് ഭരണസമിതി ഉൾപ്പെടെ ഇന്നലെ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ഓണപ്പരിപാടിക്കുമില്ല 2 മാസത്തേക്ക് എല്ലാവരും കഥകടച്ചിരിക്കുക തന്നെയാണ് ഇനി മുന്നിലുള്ള പോംവഴി എന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.